ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ സജിത. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് OA പ്രിലിമിനറി എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. മെയിൻസ് എക്സാമിനായിട്ട് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു സെഷനാണ്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. അതിന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് കോണ്ടന്റും പ്രാക്ടീസ് ചെയ്യാനുള്ള മാക്സിമം ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ ആപ്പിൽ ഉണ്ട്. അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറി നിങ്ങൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്ക് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എത്ര നിയമനങ്ങൾ നടക്കും, പഠിച്ചിട്ട് കാര്യമുണ്ടോ, പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് പേഴ്സണൽ വന്നു. മീൻസ് എനിക്ക് 85 മാർക്ക് പ്രിലിംസിനുണ്ട്. അപ്പൊ ഞാൻ മെയിൻസിന് പഠിച്ചു തുടങ്ങി എനിക്ക് കിട്ടുമോ എന്നാണ് ഉദ്യോഗാർത്ഥിയുടെ ചോദ്യം. അപ്പൊ പ്രിലിമിനറി കിട്ടുമോ എന്നാണ് ചോദ്യം. അപ്പൊ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു മാർക്കാണ് 85 അല്ലേ. അപ്പൊ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞത് പഠിച്ചു തുടങ്ങിക്കോളൂ, മെയിൻസ് കിട്ടാനുള്ള സാധ്യതയുള്ള മാർക്കാണ്. പിന്നെ നിങ്ങളും ഇതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക്, അതായത് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ഒരു പോസ്റ്റിന് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിലിമിനറി എക്സാം പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം ഇതിനടുത്തൊക്കെ തന്നെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് മെയിൻസിന് പഠിച്ചു തുടങ്ങാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇതിന്റെ പ്രീവിയസ് റാങ്ക് ലിസ്റ്റും ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അന്നും ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ. പ്രിലിംസ് പ്ലസ് മെയിൻസ് 2 ഘട്ടങ്ങളിലായിട്ടാണ് PSC എക്സാം നടത്തിയത്. മെയിൻ ലിസ്റ്റിൽ 892 ഉദ്യോഗാർത്ഥികളുമായിട്ട് റാങ്ക് ലിസ്റ്റ് 27/9/2022 നിലവിൽ വന്നു. നമുക്കറിയാം കേരള PSCയിൽ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി 3 വർഷമാണ്. ദാറ്റ് ഈസ് ഈ 2025 തന്നെ മക്കളെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് കഴിയുക. അപ്പൊ ഇപ്പൊ ഓൾറെഡി അവിടെ ഒരു 350-350 അടുത്ത് വേക്കൻസി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ ഒരു 100 റാങ്കിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. അതിന് സ്കോപ്പ് ഉണ്ട്. അന്നത്തെ കട്ട് ഓഫ് ഒരു 10ാം ക്ലാസ് ലെവലിലുള്ള എക്സാം ആയിരുന്നെങ്കിൽ നോക്കിക്കേ 69.67 ആയിരുന്നു കട്ട് ഓഫ്. അത്യാവശ്യം 69.67 വന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ജോലി കിട്ടി. പക്ഷെ നോട്ടിഫിക്കേഷൻ സമയത്ത് വേക്കൻസികളൊക്കെ 64 ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇത്രയും നല്ലൊരു വേക്കൻസികൾ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ഇപ്രാവശ്യം 892 നിയമനങ്ങൾ നടന്നു. അടുത്ത പ്രാവശ്യം ഇതിൽ കൂടും എന്ന് വിചാരിച്ചൊന്നും പഠിക്കരുത്. നമ്മൾ പഠിക്കുമ്പോഴെപ്പോഴും ഈ പ്രാവശ്യം 892 ഉണ്ട്, അടുത്ത പ്രാവശ്യം ഒരു 500 നിയമനങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു 100 പേരിൽ ഒരാളാകാനായി ശ്രമിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു 500 പേരിലെങ്കിലും ഒരാളാകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ 500 പേരിൽ ഒരാളാവണമെന്ന് വിചാരിച്ച് പഠിച്ചാൽ ചിലപ്പോൾ നമ്മൾ 1000-ൽ ഒരാളാകാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. സോ നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കണം. ഒരുപാട് കാലമൊന്നും വേണ്ട. നമ്മുടെ ലൈഫിൽ ഇത്രയും നീണ്ടു കിടക്കുന്ന ലൈഫിൽ ഒരു 2-3 മന്ത് വ്യക്തമായ സിലബസ് ഉണ്ട്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാ ദിവസവും പഠിക്കണം. കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം, പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള കറണ്ട് അഫേഴ്സ്. അങ്ങനെ കൃത്യമായ ഒരു പാറ്റേൺ നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു പോയി തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റും. നമ്മൾ എന്താ വിചാരിക്കുന്ന, എനിക്ക് 90 മാർക്കുണ്ട് പ്രിലിംസ്, മെയിൻസിന് പഠിച്ചു തുടങ്ങും, നാളെ തൊട്ട് പഠിക്കാം, അല്ലെ ഇന്ന് 5 മണിയായപ്പം 5:30 ആയിട്ട് പഠിക്കാം, ഇങ്ങനെ വിചാരിച്ച് മാറിയിരിക്കും. 5:30 6 മണിയാകുമ്പോൾ 6-6:30 പെട്ടെന്ന് ടൈം അങ്ങ് പോകും. നിങ്ങളത് ചിന്തിച്ച് സെക്രട്ടേറിയറ്റ് OAയുടെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളത് അപ്ലൈ ചെയ്തു ഇതുവരെയുള്ള സമയം പെട്ടെന്നല്ലേ ടൈം പോയത്. ആർക്കും വേണ്ടി അത് കാത്തു നിൽക്കുന്നില്ല. സോ നമ്മുടെ മുന്നിൽ എന്തുണ്ടോ ടൈം ഉണ്ട്, ആ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ജോബൊക്കെ കളഞ്ഞിട്ട് പഠിക്കാൻ, എനിക്ക് പ്രിലിംസിന് ഇപ്പൊ 85 മാർക്കുണ്ട്, ഞാൻ ജോബ് റിസൈൻ ചെയ്ത് പഠിക്കട്ടെ, വേറൊരു ഉദ്യോഗാർത്ഥി അങ്ങനെയുള്ളവരോടൊപ്പം ജോബ് റിസൈൻ ചെയ്തിട്ട് പഠിക്കട്ടെ, അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഇപ്പൊ എനിക്ക് ജോബ് ഒന്നും ഇല്ലെങ്കിലാ ഞാൻ കുറച്ച് സമയം കഴിയും 2 മണിയാകുമ്പോൾ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, ലഞ്ചൊക്കെ കഴിഞ്ഞ് ടയർഡാണ്, ഇനിയിപ്പോൾ ഒരു 1/2 മണിക്കൂർ ഉറങ്ങിയിട്ട് പഠിക്കാം. അപ്പോൾ ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിയുമ്പോൾ 3 മണിയാവും, പിന്നെ ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാം. ഇങ്ങനെ സമയം ഇങ്ങനെ നീണ്ടുപോകും. പക്ഷെ വർക്കിംഗ് ആണെങ്കിൽ നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അറിയാം 6 മണി തൊട്ട് 9 മണി വരെയുള്ള സമയമുള്ളൂ എനിക്ക് പഠിക്കാൻ. അപ്പോൾ ആ ഒരു ടൈമിൽ മാക്സിമം റിസൾട്ട്, അതായത് മാക്സിമം പഠിച്ചു തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ ആസ് പെർ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ജോബ് ചെയ്തുകൊണ്ട് പഠിക്കണോ, അതോ പിന്നെ നമ്മുടെയൊക്കെ ജോബ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഈവൺ ഒരു പാർട്ട് ടൈം ജോബ് ആണെങ്കിൽ പോലും നമ്മുടെ നീഡ്സിനൊക്കെ നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് നമ്മുടേതായ
നന്നായി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മുടെ പാരന്റ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ കണ്ടിന്യൂസ് ചോദിക്കുമ്പോൾ അവർ തന്നെ പറയും ഇതുവരെ നിന്റെ PSC പഠനം കഴിഞ്ഞില്ലേ, ഇത്രയും പഠിച്ചില്ലേ, എന്തെങ്കിലും ഒരു വേറെ ജോലിക്ക് പോകും. ഇത് കേൾക്കുമ്പോൾ നമുക്കും ഒരു നെഗറ്റീവ് എനർജി. അപ്പൊ അതിൽ ഏറ്റവും നല്ലത് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇത് കേരള PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏത് ഏരിയയിലാണോ നമുക്ക് വീക്ക് ആയിട്ടുള്ളത് അതൊക്കെ തന്നെ ക്ലിയർ ചെയ്ത് വരിക. 2-3 മന്ത് പഠനത്തിനായിട്ട് മാറ്റിവെക്കുക. ഇനി നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചലഞ്ചർ ആപ്പ് ഇതിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന് ലൈവ് സെക്ഷൻസും ഉണ്ട്, അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ബാച്ചുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.